ഇത് സ്വാതന്ത്ര്യദിനത്തിന് തന്നെ അപമാനം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന നാടകീയ രംഗങ്ങൾ ഇന്ന് അരങ്ങേറി. ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ച് അംഗങ്ങൾ അലമ്പുണ്ടാക്കി. ദേശീയ പതാക ഉയർത്തിയ ശേഷം മേയർ ഒ സദാശിവന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാർ ദേശീയഗാനമായ ജനഗണമന ആലപിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഇതേ സമയം തന്നെ BJP കൗൺസിലർമാർ സമാന്തരമായി ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുവാൻ തുടങ്ങി. ഇരുവിഭാഗവും ഒരേ സമയം വ്യത്യസ്ത ഗാനങ്ങൾ പാടിയതോടെ കോർപ്പറേഷൻ പരിസരത്ത് കടുത്ത ആശയക്കുഴപ്പവും നാടകീയ രംഗങ്ങളും ഉണ്ടായി. മേയറും LDF അംഗങ്ങളും ദേശീയഗാനം പാടി പൂർത്തിയാക്കിയ ശേഷം ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും BJP അംഗങ്ങൾ വന്ദേമാതരം ആലപിക്കുന്നത് തുടർന്നു. ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ജനഗണമന അധിനായക ജയ പഞ്ചാബ് സിംഗ് മാതരം വന്ദേ മാതരം പുളകിതയാമിനി തോൽജനിത ദ്രുമദലജോബിനി സുഹാസി മാതരം വന്ദേ മാതരം കോടി കോടി കണ്ട കോടി കോടി മുതൽ കരവാളേ അതലാകേനോ മാവനെ ബഹുബലധാരിണി നമാമി താരിണി ത്രിഭുദളവാരിണി മാതരം വന്ദേ മാതരം തുമി വിദ്യാ തുമി ധർമ്മ തുമി ഹൃദി തുമി മർമ്മ തുമി പ്രാണ ശരീരേ ബാഹുദേ തുമി മാ ശക്തി ഹൃദയേ തുമി മാ ഭക്തി തോമയായി പ്രതിമാ ഗടി മന്ദിരേ മന്ദിരേ വന്ദേ മാതരം ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണീ കമലാ കമലദളവിഹാരിണീ വാണീ വിദ്യാദായിനീ നമാമി ത്വാം നമാമി കമലാം കമലാം കരുണാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീം ഭരണീം മാതരം വന്ദേ മാതരം വന്ദേ മാതരം ഭാരത് മാതാ കി ജയ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജായേ തവ ശുഭ ആശിഷ മായേ गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे भला भारत माता की जय भला भारत माता की जय वीर राम देश नहीं गए वीर राम देश नहीं गए पुण्य शब्द
ഞങ്ങൾ വീണ്ടും വീണ്ടും ഉറക്കെ പാടാം. വന്ദേ മാതരം. ഔദ്യോഗികമായി ദേശീയഗാനം ആലപിക്കുന്നതിനിടയിൽ സമാന്തരമായി മറ്റൊരു ഗാനം പാടി തടസ്സം സൃഷ്ടിച്ച BJP അംഗങ്ങളുടെ നടപടി ദേശീയഗാനത്തെ അവമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസും ഇടതുപക്ഷവും ആരോപിക്കുന്നു. ദേശീയ ബഹുമാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ നിയമപ്രകാരം, അതായത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട്, ഇത് കുറ്റകരമാണെന്നും 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് BJP കൗൺസിലർമാർ ചെയ്തതെന്നും ഇവർ ആരോപിക്കുന്നു. കോഴിക്കോട് മേയറുടെ ഈ നടപടി വന്ദേമാതരത്തെയും രാജ്യത്തെയും അവമാനിക്കുന്നതാണെന്ന് BJP കൗൺസിലർമാരും പറഞ്ഞു. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങളുടെ തുടർച്ചയായാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ സമാന്തര ആലാപനവും വിവാദവും ഒക്കെ ഉണ്ടായത്. ഈ സംഭവത്തിൽ കോഴിക്കോട് മേയർ O. സദാശിവത്തിന്റെ പ്രതികരണം കാണുക. സാധാരണ പോലെ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തി അതേപോലെ തന്നെ ജനഗണമന പാടി പിരിയാണ് ചെയ്തത്. സാധാരണ നാം ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്. പിന്നെന്താ മറ്റു പ്രത്യേകത? വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. അവർ പറയുന്നത് ഇത് പൂർണ്ണമായി ആലപിക്കുമെന്ന് മേയറും ഡെപ്യൂട്ടി മേയർ അറിയിച്ചിരുന്നു പറയുന്നത്. അങ്ങനെ ഒരു അറിവ് ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല, പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും ഒരു കാര്യം പറഞ്ഞില്ല. ഈ നിമിഷം വരെ, ഇന്നലെ മുതൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു കൗൺസിലർമാരും അവരവിടെ വരുമെന്ന് പോലും അറിയിച്ചില്ല. ഓർലായിട്ട് പിന്നെ എല്ലാ കൗൺസിലർമാർക്കും അറിയിപ്പ് കൊടുക്കും, വരുന്നവർ വന്നു ചേരും. അപ്പോൾ മുഴുവൻ പേരൊന്നും വരാറില്ല സാധാരണ. പക്ഷെ ഇന്ന് അവർ വരുന്നത് പോലും നമുക്ക് അറിയില്ല. വരട്ടെ, അവർ വരേണ്ടതാണല്ലോ. അതിൽ അവർ പറയുന്ന നിയമപരമായ നടപടി സ്വീകരിക്കും. ദേശീയഗാനത്തെ അപമാനിക്കുന്ന തരത്തിലാണ് വന്ദേമാതരം ആലപിച്ച് പൂർത്തിയാകും മുൻപ് മേയർ ഉൾപ്പെടെ പിന്തിരിഞ്ഞു പോയി. അതെ, അത് തീർത്തും തെറ്റാണ്. കാരണവും വന്ദേമാതരം ആലപിക്കുന്നതിനെ തടയരുത്, തടഞ്ഞിട്ടില്ല താനും. കാരണം വന്ദേമാതരം ആലപിക്കേണ്ടവർക്ക് ആലപിക്കാമല്ലോ. അതിനൊരു കാരണവശാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നമ്മളത് ആലപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അജണ്ടയിൽ ഇല്ല, ഒരിക്കലും ഉണ്ടായില്ല. ദേശീയഗാനം ചൊല്ലുന്നതിനിടയിൽ അതിനെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ വന്ദേമാതരം ചൊല്ലി എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അതിനെ കോർപ്പറേഷൻ എങ്ങനെയാണ് കാണുന്നത്? ദേശീയഗാനത്തെ ഇൻസൾട്ട് ചെയ്ത് മേയർ പറയുന്നു ദേശീയഗാനം പാടാമെന്ന് പറയുന്നു. അതിനുശേഷമാണ് വന്ദേമാതരം അവർ പാടുകയും ചെയ്യുന്നത്. അല്ല, ദേശീയഗാനം പാടി നമ്മൾ സാധാരണ പിന്നെ പതാക ഉയർത്തി കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറതാണല്ലോ. അതിനിടയിൽ അവർ പാടി. അത് അവരാണ് ഉചിതമാണോ അല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് അവരാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു തരത്തിലും ദേശീയ പതാകയെയോ മറ്റൊരു തരത്തിലും അപമാനിക്കുകയോ കാര്യമോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിട്ടില്ല താനും. നിയമപരമായി എന്താണോ പറയുന്നത് അത് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വന്ദേമാതരം പാടണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണോ? ഞാൻ പറയുന്നു, എവിടെയും പാടണമെന്ന് നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ പാടുന്നവരെ തടയാൻ പാടില്ല. പാടുന്നവർക്ക് പാടാം. അത് അവർ ചെയ്തിട്ടുണ്ട്. അവരെ തടഞ്ഞിട്ടില്ല താനും. അവരാ കർത്തവ്യം അവർ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ അതിൻ്റെ പിന്നാലെ പോകാൻ കഴിയില്ല. നമ്മളെന്താണോ അജണ്ട ഉണ്ടായിരുന്നത്, അജണ്ട പ്രകാരം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി പതാക ഉയർത്തി അതിനെ സല്യൂട്ട് ചെയ്തു, ജനഗണമന പാടി പിരിയ ചെയ്തത്. അതാണ് നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അതിന് നമ്മളാരും തടയാൻ പോയിട്ടില്ല. അത് അവരാണ് ആലോചിക്കേണ്ടത്. പ്രോട്ടോകോൾ പ്രകാരം ദേശീയഗാനം ജനഗണമന പാടുമ്പോൾ മറ്റ് ഇന്ററപ്ഷൻസ് ഉണ്ടാവാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ അത് നിയമപരമായി കോർപ്പറേഷൻ പരിശോധിക്കട്ടെ. കാരണം ജനഗണമന പാടുന്നതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് പരിശോധിച്ച് മാത്രം പറയാം. ഇല്ല, ഇപ്പം ആലോചിച്ചിട്ട് പറയാം അതിനെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ നമ്മൾ കാണേണ്ടത്, നിങ്ങളുടെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഞാനത് കുറച്ചുകൂടി നോക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കാര്യം സുപ്രീം കോടതിയിൽ പോയ കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിലെന്താ പറയുന്നതെന്നറിയോ? അതെ വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പാർലമെൻ്റ് ആണല്ലോ ഈ കഴിഞ്ഞ ദിവസം ദേശീയഗാനം പാടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇതനുസരിച്ച് ദേശീയ ഗാനത്തിൻ്റെ വരികളിൽ സർക്കാരിന് ആവശ്യമായ മാറ്റം വരുത്താം. അത്തരമൊരു നിർദ്ദേശം ദേശീയ ഗീതത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ വർഷം ഫെബ്രുവരി 6-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് വന്ദേമാതരം എങ്ങനെ പാടണം, എപ്പോൾ പാടണം എന്നൊക്കെ നിർദ്ദേശിച്ച് ഒരു
ഇതിനെതിരെ ഒരാൾ സുപ്രീം കോടതിയിൽ പോയി. ആ സർക്കുലർ പ്രകാരം പാടണം എന്നത് നിയമപരമായി നിർബന്ധമുള്ള കാര്യമല്ല എന്നും പാടിയില്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷ അതിൽ പ്രതിപാദിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി കോടതി ഹർജി ഫയലിൽ പോലും സ്വീകരിച്ചില്ല. നിർബന്ധിക്കാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും വിവേചനമുള്ളതായി കരുതുന്നില്ല എന്നും മറിച്ച് സംഭവിച്ചാൽ കോടതിയെ വീണ്ടും സമീപിക്കാമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമല്ലേ. അതിനുശേഷം ജൂലൈയിൽ ദേശീയ ചിഹ്നങ്ങളോടുള്ള അവഹേളനം കുറ്റകരമാക്കാനുള്ള നിയമത്തിൽ വന്ദേ മാതരം ഉൾപ്പെടുത്തി പാർലമെൻറ്റ് നിയമം പാസാക്കി. അത് പ്രകാരം പാടുന്നത് തടയുകയോ പാടുമ്പോൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് കുറ്റകരമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വന്ദേ മാതരം എത്ര വരിയാണ് എന്ന് നിയമപരമായി ചിട്ടപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു നിയമവും ഭരണഘടനാ അസംബ്ലി പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടില്ല. അത് സംബന്ധിച്ച് ഒരു സർക്കാർ ഉത്തരവാണുള്ളത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തപ്പോൾ 6 ഖണ്ഡങ്ങളും പാടണം എന്നത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ 6 വരിയും പാടുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് പുതിയ നിയമമനുസരിച്ച് കുറ്റകരമായ പ്രവൃത്തിയായിരിക്കും. ഏത് വന്ദേമാതരത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പം മേയർ എന്നുള്ള നിലയ്ക്ക് അത് പാടുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായല്ലോ. അല്ല, കുഴപ്പങ്ങളില്ല എന്നുള്ളതല്ല. കോഴിക്കോട് കോർപ്പറേഷൻ എങ്ങനെയാണോ സ്വാതന്ത്ര്യദിന പരിപാടി നടത്തുന്നതിന് ചിട്ടപ്പെടുത്തിയത്, അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് അല്ല, അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ശരി, അത് അപമാനിക്കപ്പെടുന്ന നിലയിലേക്ക് അങ്ങനെ ചെയ്യുന്നവരെ ആലോചിക്കേണ്ട കാര്യമല്ലേ. മേയർ എന്നുള്ളത് ഞാൻ അവിടെ ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ സാധാരണ നിലയിൽ ഇത്തരം കൗൺസിലർമാർക്ക് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അങ്ങനെ ആ ചടങ്ങിനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഞാനായിട്ടൊരു ആശയവിനിമയം നടത്തണ്ടേ അവർ? നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു പരിഭാവനതയുണ്ട്, അത് അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് കാത്തു സംരക്ഷിക്കാൻ ഏതൊരു ജനപ്രതിനിധികളും സാധാരണ ഒരു പൗരനും ഉള്ള ചുമതലയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരിശോധിക്കേണ്ട കാര്യം. അതുകൊണ്ട് അതിന്റെ താങ്കൾ നടന്നുപോയി അത് പൂർത്തിയാക്കാൻ അവിടെ നിൽക്കാതെ തിരിഞ്ഞു നടന്നു എന്നാണ് അവർ പറയുന്നത്. അത് പൂർത്തിയാക്കാൻ എന്തുകൊണ്ട് താങ്കൾ? അല്ല, അത് പൂർത്തിയാക്കാന്നുള്ളതല്ലല്ലോ എൻ്റെ അജണ്ടയിലുള്ള കാര്യത്തിലല്ലേ ഞാൻ നിൽക്കുക. ജനഗണമന പാടിക്കഴിഞ്ഞാൽ എൻ്റെ അജണ്ടയിലുള്ള ആ തീരുമാനം കഴിഞ്ഞു. അത് പിരിയുക ചെയ്തത്. ഞാനൊരിക്കലും കോർപ്പറേഷൻ അല്ലെങ്കിൽ തീരുമാനിച്ചുള്ള അജണ്ടയിൽ നിന്നും പോയിട്ടില്ല, മാറിയിട്ടില്ല. പക്ഷെ അതിൽ വ്യതിചലിച്ച് ഒരു അനവസരത്തിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്തതിൽ ആണ് ആ ചടങ്ങിനൊരു ഭംഗികേടായി തോന്നിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം പറയാട്ടില്ല, എന്നാൽ പോലും അതിനെ തടസ്സപ്പെടുത്താൻ മേയർ എന്നുള്ളതിലേക്ക് ഞാൻ പോയിട്ടില്ല. മേയറുടെ നേതൃത്വത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് കൗൺസിലർമാർ ഉൾപ്പെടെ അത് അവരുടെ ആരോപണമല്ലേ. ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അവർ നിർവചിക്കട്ടെ. ഇനി ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീയുടെ പ്രതികരണം കണ്ടാലും. ശരിയായ രീതി അല്ലല്ലോ, ശരിയായ രീതി അല്ല. ഒരു കോർപ്പറേഷന്റെ ഭരണാധികാരി മേയറാണ് ദേശീയഗാനം ചൊല്ലിയത്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിലായാലും കൗൺസിലർമാരെന്നുള്ള രീതിയിലായാലും ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇതുവരെ ഇതുപോലെ പിന്നെ എല്ലാവരും വരികയും ഞങ്ങളുടെ വാർഡുകളിലൊക്കെ ധാരാളം പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തുന്നത്. മേയർ വിക്രം മൈതാനത്തിൽ നിന്നാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ രീതി അവർ പ്ലാൻ ചെയ്തതായിരിക്കണം. മേയർ അനൗൺസ് ചെയ്തു ദേശീയഗാനം പാടണമെന്ന്, അത് അനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അത് ചെയ്തവരാലോചിക്കട്ടെ. അത് പിന്നെ ആ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് കണ്ടുനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പ്രത്യേകിച്ച് വേറൊരു അഭിപ്രായം പറയാനുണ്ട്. നോക്കൂ, ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറാണ്. എന്നെ അറിയിച്ചിട്ടില്ല, എന്നെ മേയറും അറിയിച്ചിട്ടില്ല. അത് ആ അറിയിപ്പല്ലേ എന്നെ സംബന്ധിച്ചോളം പ്രധാനം. മേയറാണ് അവിടെ ജനഗണമന പാടിയത്, നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത്? അവരെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയിച്ചിട്ടില്ല, ഞാനിങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല ഇതൊരു എല്ലാവരും ഒന്നിച്ചു വരികയും ഒക്കെ ചെയ്തപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു BJP കൗൺസിലറുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. രാജ്യത്തെ ഭരണത്തെ എതിർത്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി വന്ദേമാതരം പാടില്ല എന്നുള്ള ഈ CPM-ന്റെ ഭരണകൂടം, CPM-ന്റെ ചരിത്രം നമുക്കറിയാം. എക്കാലത്തും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആഗസ്റ്റ് 15 ആപത്ത് 15 പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തെ പോലും അംഗീകരിക്കാത്തവരാണ് CPM. പക്ഷെ കോൺഗ്രസ് എന്ന് മുതലാണ് വന്ദേമാതരത്തെ അംഗീകരിക്കാത്തത് എന്നുള്ളതാണ്. ഇവിടുത്തെ മതതീവ്രവാദികളുടെ മതതീവ്രവാദ സംഘടനകളെ പിടിച്ചുകൊണ്ട് വന്ദേമാതരം പാടില്ല എന്നുള്ള ഈ രാജ്യവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ
ജനാധിപത്യപരമായി രാജ്യസ്നേഹികൾ ഈ നാട്ടിലുണ്ട് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ദേമാതരം പൂർണ്ണമായി പാടിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ്. ഇതിനെതിരെ പൊതുജനം അതിശക്തമായി പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വന്ദേമാതരം പാടുമെന്ന് ഞങ്ങൾ ഇവിടെ മേയർ അറിയിച്ചതാണ്, ഡെപ്യൂട്ടി മേയർ അറിയിച്ചതാണ്, പാടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളതാണ്. അത് മനഃപൂർവ്വം വന്ദേമാതരം പാടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ജനഗണമന പാടി. ഞങ്ങൾ എന്താ ചെയ്തത്? വന്ദേമാതരം പാടിയതിനു ശേഷം ദേശീയ ഗാനം പാടിയിട്ടാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത്, ഈ രാജ്യത്ത് വന്ദേമാതരം പാടണമെന്നുള്ളതാണ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇന്നലെ മദ്രാസ് ഹൈക്കോടതി വരെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. അപ്പൊ രാജ്യത്തെ എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് ചില മത തീവ്രവാദ സംഘടനകളെ ഭയപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ അഭിമാനമായ വന്ദേമാതരത്തെ തിരസ്കരിക്കുന്ന ഈ നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. രാജ്യസ്നേഹികൾ അതിനെ ചോദ്യം ചെയ്യുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് വന്ദേമാതരം ആദ്യം തുടങ്ങി. ദേശീയഗാനം എപ്പോഴാണ് ചൊല്ലുക? സമാപനത്തിലാണ് ദേശീയഗാനം ചൊല്ലുക. അതോടുകൂടി സമാപിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് വന്ദേമാതരം പാടാതിരിക്കാൻ ദേശീയഗാനം ഉടനടി പാടാൻ ശ്രമിച്ചതാണ് വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേയറോടും ഡെപ്യൂട്ടി മേയറോടും ആവശ്യപ്പെട്ടുള്ളതാണ് വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന്. അത് ഇല്ലാതാക്കാൻ വേണ്ടി പെട്ടെന്ന് ദേശീയഗാനം പാടാൻ തുടങ്ങി. ഞങ്ങളത് എന്ത് ചെയ്തു? വന്ദേമാതരം പാടിയതിനു ശേഷം ദേശീയഗാനം പാടിയിട്ടാണ് സമാപനം നടത്തിയിട്ടുള്ളത്. അതാണല്ലോ ശരി. നമ്മുടെ നാട്ടിൽ അതാണല്ലോ ശരി. ദേശീയഗാനത്തോടു കൂടി സമാപിക്കുക എന്നുള്ളതാണല്ലോ ഫ്ലാഗ് ഓഫിന്റെ ഒരു സാധാരണ രീതി. അതാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ദേശീയഗാനത്തെ പോലും അപമാനിക്കപ്പോ ചെയ്തത്. വന്ദേമാതരം പാടി തുടങ്ങിയപ്പോൾ ദേശീയഗാനത്തെ പോലും അപമാനിക്കുന്ന സ്ഥിതിയാണ് മേയറുടെ ഭാഗത്തുനിന്നും ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തുനിന്നും നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 80 കൊല്ലം ഇല്ലാത്ത ഒരു അസഹിഷ്ണുത വന്ദേമാതരം ഗാനാലാപനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉണ്ടായത്? വന്ദേമാതരത്തിനാണോ അതോ ജനഗണമനയ്ക്കാണോ പ്രാധാന്യം കൂടുതൽ തുടങ്ങിയ വിശദമായ വാർത്ത അല്പസമയത്തിനുള്ളിൽ i2v ന്യൂസിൽ കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.